നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാത്രിയായാൽ പിന്നെ കേരളത്തിൽ എല്ലായിടത്തും പവർ കട്ടാണ്. എല്ലാവരും രാത്രിയിൽ വീട്ടിലൊന്ന് ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും പവർ കട്ട്. എന്നാൽ പവർ കട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ കട്ടതിന് ശേഷം തിരികെ വരുമോ? അതുമില്ല. വരുന്നു പോകുന്നു, പോകുന്നു വരുന്നു, വീണ്ടും വരുന്നു പോകുന്നു, പോകുന്നു വരുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. കറണ്ട് വരും, പോകും, പോകും, വരും എന്നിങ്ങനെ. എന്തായാലും ഈ ഒരു അവസ്ഥ മുഖ്യമന്ത്രിയും അനുഭവിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഈ പവർ കട്ടിൽ ഇരകളാവാറില്ല. അവരുടെ വീടുകളിലൊക്കെ തന്നെ ഇൻവെർട്ടറോ ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അവരൊന്നും തന്നെ ഈ പവർ കട്ടിന് ഇരകളാകാറില്ല. അതിന്റെ ബുദ്ധിമുട്ട് അറിയാറില്ല. എന്നാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പവർ കട്ട് ഉണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനിടയിൽ കറണ്ട് കട്ട്. കേരള സമുദ്ര മിഷൻ നടത്തിയ മിഷൻ സമുദ്ര മാരിടൈം കോൺക്ലേവിലാണ് സംഭവം. 7 മണിയോടുകൂടി വേദിയിലെ മൈക്ക് ഓഫ് ആയപ്പോൾ സംഘാടകർ എഴുന്നേൽക്കുകയും ഇരിക്കാൻ മുഖ്യമന്ത്രി കൈകൊണ്ട് കാണിക്കുകയും ചെയ്തു. ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് പിന്നീട് പരിപാടി തുടങ്ങുന്നത്. 5 മിനിറ്റോളം മുഖ്യമന്ത്രി കാത്തുനിന്നു. കറണ്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: സംഘാടകർക്ക് ടെൻഷൻ ആവാതെ അവിടെ ഇരിക്കാനാ ഞാൻ പറഞ്ഞത്. ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യമില്ല. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യം എന്നാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. മുൻ വർഷത്തേക്കാൾ ഉപയോഗം കൂടുകയും ആഭ്യന്തര ഉൽപാദനം കുറയുകയും ചെയ്തു. വൈദ്യുത വിപണിയിലെ വിലക്കയറ്റവും വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ 530 മെഗാവാൾട്ട് മടക്കി നൽകേണ്ടി വന്നതും പ്രതിസന്ധി കൂട്ടി. AC, അലങ്കാര വിളക്കുകൾ തുടങ്ങിയവയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ടെന്നുമാണ് മന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്ത് 2 ദിവസമായി രാത്രികാലത്ത് കുറഞ്ഞത് 2 തവണയെങ്കിലും കറണ്ട് കട്ടുണ്ട്. പീക്ക് സമയത്താകും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക എന്നാണ് KSEB അറിയിച്ചത്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴയിൽ കുറവുണ്ടായതും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും തിരിച്ചടിയായതെന്നാണ് KSEB പറയുന്നത്. കറണ്ട് കട്ടിൽ സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച് A റഹീം MP രംഗത്തെത്തി. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സലോ സുഖപ്രദമെന്ന അടിക്കുറിപ്പോടുകൂടി മെഴുകുതിരിയുടെ ചിത്രം പങ്കുവെച്ച് ആണ് അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓടുന്ന വണ്ടിയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, പവർ കട്ടിന്റെ പുതിയുഗ നിർവചനം എന്നാണ് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പ്രതികരിച്ചത്. സ്വിച്ചിട്ട ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞ ജഗതി ഫെയിം ഡയലോഗിനോട് സാദൃശ്യം തോന്നിയാൽ യാദൃച്ഛികം മാത്രമാണെന്നും ശിവപ്രസാദ് കുറിച്ചു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പൂക്കി കട്ടാണ്, ഇന്ദിരാ കട്ടാണ് എന്നൊക്കെയുള്ള പല വിളിപ്പേര് വന്നു തുടങ്ങി. തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ പ്രിയദർശിനിയും മറക്കും, സൗജന്യ യാത്രയും മറക്കും, പ്രതികരിച്ച് തന്നെ തുടങ്ങും. കാരണം പണ്ടൊക്കെ പറഞ്ഞതിന് ഒരു പക്ഷേ ഇതിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ തന്നെ തിരിച്ചു പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇത് പരിഹരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്നും ഒഴിവാക്കാതെ മറ്റൊരു മാർഗമില്ല എന്ന് വ്യക്തമാവുകയാണ്. അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു വടിയാണ്, ഭരണപക്ഷം തന്നെ പ്രതിപക്ഷത്തിന് തൊടുക്കുന്ന ഒരു വടിയായി ഇത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.